ലോകത്തിന് മാതൃകയായ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ചേർത്ത് വെച്ച ഈ മഹാഗുരുവിനെ ആരാധന ചെയ്യുവാനുള്ള ലോകം മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നിന്ന് പോലും എന്തിനാണ് ഗുരുവിനെ ആരാധന ചെയ്യുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ ചോദിക്കാൻ ഇടയില്ല. അങ്ങനെയുള്ള മഹാഗുരുവിനെ ലോകത്തിൽ ആദ്യമായി ഒരു ശരീരത്തോടു കൂടി നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ കേൾക്കണം. അതായത് ഇന്ന് ഈ സത്സംഗ വേദിയിൽ ഏറ്റവും ശ്രേഷ്ഠരായ ശ്രോതാക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതം ഇത്ര എത്തി. ഇനി നാളെ ഒരു കാലത്ത് ഈ ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ, ഈ സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഈ കേൾവി വിത്തായി ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി അവരെ കൈപിടിച്ച് ഈ സത്സംഗ വേദിയിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കൾക്ക് നല്ലൊരു നമസ്കാരം തന്നെയാണ്. കാരണം അവർക്ക് മനസ്സിലായിക്കൊള്ളട്ടെ, ഇല്ലാതായിക്കൊള്ളട്ടെ, ഒരു വിത്തായി ഈ സംസ്കാരം അവരുടെ ഉള്ളിൽ കിടന്നിട്ട് അത് മുളയ്ക്കും, സംശയമൊന്നുമില്ല. അപ്പൊ ഏറ്റവും നല്ല സംസ്കാരമാണ് ഒരമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ കേൾക്കാൻ ഇരുത്തിയിരിക്കുന്നത്. അത് കേൾക്കാനായിട്ട് കുഞ്ഞുങ്ങളുടെ വരണമെങ്കിൽ അച്ഛനും അമ്മയും വളർത്തിയതിന്റെ കൃത്യനിഷ്ഠതയും അച്ചടക്കവുമാണ് കൊണ്ടുപോകുന്നത്. ഇനി ആർക്കൂടെ വരാനാവില്ല അല്ലേ? അതൊക്കെ കൊണ്ട് കുറച്ച് മക്കളെങ്കിലും നമുക്കിവിടെ എത്തിക്കാനായതിൽ വലിയ ഭാഗ്യമെന്ന് കരുതട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ലോകത്തിൽ ആദ്യമായി ഒരു ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ ഗുരുവിനെ ആരാധന ചെയ്ത ഒരു സ്ഥലമുണ്ട്. എവിടെയെന്നറിയോ? ലോകത്തിൽ ആദ്യമായി കുളത്തൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. അവിടെ കോലത്തുകര എന്ന ഒരു ക്ഷേത്രമുണ്ട്. ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന് ഗുരുഭക്തിയില്ലാതും കുശലമാമോ എന്ന് സ്വാമി തിരുനാൾ കുഞ്ചിപ്പാട്ടിലൂടെ എഴുതി തന്ന ആശം തന്നെ അവിടെ പ്രതിഷ്ഠിച്ചത്. രണ്ടാമത് ഗുരുവിനെ പഞ്ചലോക വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. നമ്മൾ എന്തിനാണ് ഈ ലോകത്തേക്ക് ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ച് വന്നത്? നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം? വ്യക്തമായി ഗുരുവിന്റെ ഇതിലുണ്ട്. അറിയാം, ഈ ലോക ജീവിതത്തിലെ ദുഃഖത്തിലും ദുരിതങ്ങളിലും പെട്ടു ജീവിക്കുന്ന മനുഷ്യനെ, അല്ലെ, ഈ സംസാര സാഗരത്തിൽ പെട്ടുപോയ മനുഷ്യന് ദുഃഖ ദുരിതങ്ങളായ കൂടി ഈ ലോക ജീവിതത്തെ തരണം ചെയ്യാൻ ഉള്ള എല്ലാ ഉപാധികളും ഗുരുവിന്റെ കൃതികളിലുണ്ട്. വെളിച്ചമായി അറിയേണ്ട മഹാതത്വബോധിയ ഒരു പുണ്യപുരുഷന്റെ നാട്ടിലുള്ള നമ്മളൊക്കെ വല്ലാതെ തെങ്ങിപ്പോയി. വാർത്താനാദങ്ങളും കരച്ചിലുകളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. 4,32,000 വർഷമാണ് കലിയുഗമെങ്കിൽ 5,000 വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഇനി വരുന്ന കാലം ഇരുട്ടിന്റെ കാലമാണ്, അല്ലെ? അപ്പോ ഈ ഇരുട്ടിൽ കലിയുഗത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് നാമസങ്കീർത്തനം. പറഞ്ഞേ, അപ്പൊ നമ്മളിവിടെ വന്നപ്പോ ഭാഗവതം തുടങ്ങി കേട്ടില്ലേ? സദ്ഗ്രന്ഥങ്ങളുടെ പാരായണങ്ങളിലൂടെ ഉണ്ടായിരുന്നല്ലേ? നാമജപങ്ങളുടെ കീർത്തനങ്ങൾ കൊണ്ട് ഈ അന്തരീക്ഷമാകെ മുഖരിതമായിരുന്നു. കലിയുഗത്തിൽ തപസ് ചെയ്യാൻ പ്രാപ്തരായതല്ല നമ്മള്. ഇതിലൂടെ നാമജപങ്ങളിലൂടെ കലവും നാമസങ്കീർത്തനം ഇതാണ് വേണ്ടത്. അപ്പോ ഇവിടെ നമുക്കറിയാം, ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങള്, ഉദ്ദാനത്തിന്റെ രചനകള്, ജ്ഞാനപാല, അല്ലെ, ഹരിനാമകീർത്തനം, ഗുരുദേവ കൃതികള് എല്ലാം തന്നെ ഈ നാമജപത്തെ കുറിച്ച് നമ്മളോട് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? ഹരിനാമകീർത്തനം ഗുരുവിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ആചാര്യനാണ് എഴുത്തച്ഛൻ. പണ്ടൊക്കെ നമ്മുടെ ഗുരുദേവ കീർത്തനങ്ങൾ നമ്മുടെയൊക്കെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ അമ്മമാര് നമ്മളെ പഠിപ്പിച്ചു തന്നിരുന്നു ഹരിനാമകീർത്തനം, അല്ലെ? അല്ലെ, ഹരിനാമകീർത്തനം. നാമം ചൊല്ലാതെ വീട്ടിൽ ഭക്ഷണം കിട്ടില്ലായിരുന്നു. ഭക്ഷണം കിട്ടാൻ വേണ്ടി നാമം ചൊല്ലുമായിരുന്നു, അല്ലെ? അമ്മ എപ്പോഴും പറയും, വെള്ളം വെച്ച നാമം ചെല്ലണം മക്കളെ, അല്ലെ? അങ്ങനെ പറഞ്ഞു തരാൻ അറിവുള്ള അമ്മമാരുണ്ടായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, നമ്മളെപ്പോലെ പ്രൗഢികമോ അല്ല നടക്കണേ. പക്ഷെ അവർക്ക് നല്ല സംസ്കാരം മക്കൾക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയ അറിവുണ്ടായിരുന്നു. അപ്പൊ സന്ധ്യക്ക് വിളക്ക് വെച്ചിട്ട് മക്കൾ കേൾക്കണം. സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നത് എന്തിനാ?
നമ്മുടെ ഉള്ളിലുള്ള ആ കാലുഷ്യങ്ങളെയൊക്കെ അകറ്റി, ആ ഇരുട്ടിനെ അകറ്റി ദൈവ വെളിച്ചം അവിടെ പ്രകാശിക്കണം. ഈശ്വരൻ ഇരിക്കുന്നത് എവിടെയാ? ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ. അല്ലേ? അർജുന തിഷ്ഠതി. കൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുന്നതാണ്, ലോകത്തോട് പറയുന്നത്. അവർ നമ്മളൊക്കെയാ പറയുകയാണ് ഈശ്വരൻ ഇരിക്കുന്നത് ഇവിടെ. അപ്പൊ തെളിയേണ്ടത് എവിടെയാണ്? ഇവിടെ തന്നെയല്ലേ? അപ്പോ കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾക്ക് പ്രാധാന്യം. അതുപോലെ അന്നും ഉണ്ടായിരുന്നു നാമകീർത്തനം രചിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ജാതിഭേദങ്ങളും വിവേചനങ്ങളും ഒക്കെ. അപ്പോ എഴുത്തച്ഛൻ പറയാ, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിനെന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാക്കും അരുതാത്തതല്ല നാരായണായ നമഃ. ഋതുവായിരിക്കുമ്പോൾ അല്ലെ, ഋതുവായ പെണ്ണിനെ നാമം ചെല്ലാൻ പാടില്ല എന്ന് പറയും അല്ലെ. അവർക്ക് നിഷേധിക്കാൻ പാടില്ല. കാരണം ഈശ്വരൻ ഇവിടെ ഇരിക്കണേ. ഋതുവായ പെണ്ണിന്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞേര് അല്ലെ. യാചിച്ച് നടക്കുന്ന യാചകനും ചുടലക്കളത്തിൽ ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ആ എന്താ പറയാ പാവകനും അല്ലെ, അതുപോലെ യജ്ഞം ചെയ്യുന്ന രാജാക്കന്മാർക്കും എല്ലാവർക്കും നാമസങ്കീർത്തനത്തിന് ഒരുപോലെ തുല്യമായി അവകാശമുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഭൂതാനം നമ്മൾ എന്താ പറഞ്ഞത്? ജാതി മഹീസുരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മുഖരേയം ഒളിഞ്ഞുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമങ്ങളുള്ളതിൽ ഒന്നു മാത്രം ഒരു ദിനമെങ്കിലും സ്വസ്ഥമായി ഇരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും അതു നല്ലൊരു നേരവുമെങ്കിലും ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസായുജമൂലേയുള്ളൂപോയി. ഇതൊക്കെ ഈ ഗുരുക്കന്മാരൊക്കെ നമ്മളോട് പറയണത് നാമസങ്കീർത്തനങ്ങൾ നമ്മുടെ മനസ്സിൽ ദുഷ്ടതയെ മക്കളെന്നാണ്. നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മുടെ മനസ്സിനെ ഏറ്റവും പരിപാവനമാക്കി മാറ്റും. അപ്പോൾ ഈ സംസ്കാരം ആരാണ് പകർന്നു കൊടുക്കേണ്ടത്? ഇവിടെ ഇരിക്കുന്ന അമ്മമാരാണ് കൂടുതൽ. അച്ഛന്മാരുടെ തലകൾ കുറച്ചേ ഉള്ളൂ അല്ലെ. ഗുരു ഏറ്റവും പ്രതീക്ഷ വെച്ചത് കുടുംബിനികളിലാണ്. ഈ നാമസങ്കീർത്തന സംസ്കാരം ആരാണ് പകർന്നു കൊടുക്കേണ്ടത്? അമ്മമാർ. അതിനാദ്യം ആരാ നാമം ചൊല്ലേണ്ടത്? അമ്മ സീരിയൽ വെച്ചിട്ട് മകളുടെ പ്രവൃത്തിയാണ് അവർ മാതൃകയാക്കുന്നത്. വൈകുന്നേരം അടുക്കളയിൽ കയറിയിട്ട് ഗുരു പറഞ്ഞു ശിവശബനത്തിലൂടെ അല്ലെ, ശിവ ശിവ നിൻ തിരുനാമമോർത്തു കണ്ട എവിടെയും ഒന്നും ഇതിനു തുല്യമില്ല. ഇവ പലതുള്ളിലറിഞ്ഞിരുന്നു ഞാൻ, ഇവിടെ ഈ വണ്ണമലഞ്ഞിടുന്നു കഷ്ടം. അപ്പോ ശിവനാമങ്ങൾ ശിവശതകത്തിലൂടെ ഗുരു പറയുകയാണ്. പിന്നെ പറയാണ്, അതുപോലെ തന്നെ ഏതാണ് ശിവശതകത്തിൽ തന്നെ മറ്റൊരു കൃതിയിലൂടെ ഒരു നാമജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാം. അതായത് കലിയുഗത്തിലാണ് ഗുരു അവതരിച്ചത്. ഇതിനെ അവതരിച്ചത് കാലുഷ്യങ്ങളെല്ലാം അകറ്റി മനുഷ്യ മനസ്സിലേക്ക് ശരിയായ ഭക്തി കൊടുക്കണം, ശരിയായ ധർമ്മം പകർന്നു കൊടുക്കണം, നല്ല വഴിയെ നടക്കണം. കൈപൊക്കി ഏതെങ്കിലും ഗുരുദേവ കൃതി അറിയോ? നമുക്ക് ചൊല്ലാൻ അറിയോ? ചൊല്ലാൻ എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മള് കോളേജിലേശസ്തവമൊക്കെ ചെല്ലുമ്പോൾ നല്ല പ്രാർത്ഥനയല്ലേ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ, ആൺകുഞ്ഞുങ്ങളെ പെൺകുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. അവരെയൊക്കെ നന്നായി പഠിപ്പിക്കണം. കോളേജിലേശസ്തവം പോലെയുള്ള കൃതികളൊക്കെ വളരെ എളുപ്പമായിട്ട് അവർക്ക് ചൊല്ലാല്ലേ അല്ലേ. നല്ല പഠിക്കാനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ഇന്ന് വിദ്യാലയങ്ങളിലേക്കൊക്കെ നമ്മളയക്കുമ്പോൾ സുരക്ഷിതമായ മേഖലകളായിരുന്നു പണ്ട്. അതൊക്കെ എങ്കിൽ ഇന്ന് ദൈവാനുഗ്രഹം കൂടി കൂടിയേ തീരുള്ളൂ അല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടി നല്ല കുട്ടിയായിട്ട് തന്നെ തിരിച്ചെത്തണമെങ്കിൽ ഒരു പ്രാർത്ഥനയും കൂടി ചെല്ലാൻ അവർ പഠിപ്പിക്കുന്നു അല്ലേ. എന്ത് പ്രാർത്ഥന പഠിപ്പിക്കും മക്കളെ? വാഴും ഭഗവാനേ സൗഖ്യമെനിക്കൻ
അല്ലെ, മതത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടുകളാണ് ഇന്നത്തെ കാലത്തിന് ആവശ്യം. 1888 മക്കളെ കുറിച്ചിട്ടോളണം. 1888 1-3-8 വർഷം മറക്കരുത്. എന്താ അന്നുണ്ടായേ? ഇന്നത്തെ സംഭവം എന്താ? അരീപുരത്ത് മഹാശിവരാത്രി നാളിലെ 1-3-8 കൊടുത്തു. ആ വർഷം എന്താ ഉണ്ടായേ? മഹാശിവരാത്രി നാളിൽ ശിവനെ പ്രതിഷ്ഠിച്ചു തന്നു അല്ലെ. ശിവനെ പ്രതിഷ്ഠിച്ചു തന്നു. ക്ഷേത്രങ്ങളിൽ പോകുമ്പോ മതിൽക്കെട്ടിന്റെ അപ്പുറത്തും നിന്നുകൊണ്ട് അല്പം പ്രസാദത്തിന് വേണ്ടി വൃത്ത വസ്ത്രത്തിന്റെ കൊന്തല നിവർത്തി കാണിക്കുമ്പോൾ അവിടെ നെറിയുമ്പോൾ പലപ്പോഴും അത് താഴ്ത്താണ് പോകാറുള്ളത് അല്ലെ, കിട്ടാറില്ല. പൂജാദ്രവ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ പൂർവികര് ദൂരെ ഓടി ഒഴിക്കും. ഇഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഇതൊക്കെ വാങ്ങിയിട്ട് ആരാധന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരിക്കണം പാർക്കണം. ആരും കാണാതെ വേണം വിളിക്കാൻ അല്ലെ. എത്ര ദയനീയമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് മഹാഗുരു 1888 അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച് തന്നിട്ട് അവിടെ ആ പരുത്ത പാറയില് അവിടെ ഇരുന്ന പച്ചില പറിച്ചിട്ട് ഭഗവാൻ കുറിച്ചിട്ട മന്ത്രാക്ഷരം എന്തായിരുന്നു അത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ ഒരു കൊച്ചു പ്രദേശമാണെന്നാണോ അതിന്റെ അർത്ഥം? അരുവിപ്പുറത്ത് വെച്ച് കുറിച്ചിട്ടത് കേരളീയരോട് മാത്രം പറഞ്ഞതല്ല, ഇന്ത്യക്കാരോട് മാത്രം പറഞ്ഞതല്ല, സമസ്ത ഭൂഖണ്ഡങ്ങളിലുമുള്ള സമസ്ത ചരാചരങ്ങളോടും കൂടിയായിട്ടാണ് ഭഗവാന്റെ അരുളപ്പാട്. ലോകത്തിന്റെ സമസ്ത പാപക്കറകളെയും കഴുകി കളയുമാറ് ആ മന്ത്രാക്ഷരങ്ങൾ ഇന്നും ഒരു ധർമ്മ പതാക കണക്ക് ലോകത്തിന്റെ മുൻപിൽ പാറിക്കളിക്കണം. അതിനു വേണ്ടിയിട്ട് ആ വാക്യങ്ങൾ, ആ മഹാമന്ത്രങ്ങൾ ഈ കേരളത്തിലെ നിന്നല്ല ഇന്ത്യയിലെ സകല ഭാഷകളിലേക്കും ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തുകൊണ്ട് ലോകരുടെ കർണങ്ങളിലേക്ക് കർണാവൃതമായി ഒഴുകിയെത്തട്ടെ. ജാതിഭേദങ്ങളില്ലാതെ മതഭേദങ്ങളില്ലാതെ എല്ലാവരും സമന്മാരും സോദരന്മാരുമായി വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാകണം ഈ ലോകം. പരസ്പരം കൊന്നും കൊല്ലിച്ചുമൊക്കെ മനുഷ്യൻ തിമിർത്താടുമ്പോൾ ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങണമെങ്കിൽ അതിർത്തികളിൽ തോക്കും പിടിച്ചുകൊണ്ട് കാവല് നിൽക്കേണ്ട ദുസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചലിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് തർജ്ജമ ചെയ്തുകൊണ്ട് ഗുരു പറഞ്ഞു. ഈ ലോകം സർവീശ്വരന്റെയാണ്. ആ ലോകത്ത് മതിലുകളും അതിരുകളും ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ മനുഷ്യരിതിനെ വിഭജിക്കുമ്പോൾ എന്ത് സങ്കല്പമാണ്! മനുഷ്യകൽപ്പിതമല്ലേ ഈ രാജ്യ അതിർത്തികൾ പോലും? എവിടേക്കാണെന്ന് നമ്മൾ ആദ്യം അറിയണം. ആലുവയിലെ സർവമത സമ്മേളനം സംഘടിപ്പിച്ചു അല്ലെ. പിന്നെ ഗുരു ആത്മോപദേശ ശതകത്തിലെ ഗുരുവിന്റെ കൃതിയാണ് ഏതാ? ആത്മോപദേശ ശതകം. 100 ശ്ലോകങ്ങളുണ്ട്. മക്കളെ, കൃതിയുടെ പേരെന്ന് പറഞ്ഞേ, ആത്മോപദേശ ശതകം. അതിലെ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളിൽ മതത്തെ കുറിച്ചാണ് പറയുന്നത്. കാലം ആവശ്യപ്പെടുന്ന ഒരു ദർശനം അവിടെയുണ്ട്. 44-ാമത്തെ ശ്ലോകം മുതൽ പല മതസാരവുമേകം എന്നു പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിലേനം. അർത്ഥം എന്താ? പല മതങ്ങളുടെയും സാരം തത്വം ഒന്നാണെന്നറിയാതെ അല്ലേ, അന്ധനാനയെ കണ്ടതുപോലെ. അന്ധനാനയെ കാണുമ്പോ തൊട്ട് നോക്കിയിട്ടല്ലേ അറിയണേ. വാലിൽ തൊട്ടപ്പോ അന്ധൻ എന്ത് പറഞ്ഞു? ആന വാല് പോലെ ഇരിക്കുന്നത് നീണ്ട ഒരു സാധനമാണ് അല്ലേ. ചെവിയെ തൊട്ടപ്പോ എന്ത് പറഞ്ഞു? ആന മുറം പോലെ ഇരിക്കുന്നു. ഇത് എന്തൊക്കെ ശരിയാണോ? എല്ലാം ശരിയാണ്, പക്ഷെ പറയുന്നത് ശരിയായ തത്വമല്ല. അതായത് അറിയേണ്ട തത്വങ്ങൾ ഒരുമിച്ച് ഒരു സാരമായി അല്ല ഓരോ മതങ്ങളും പറയുന്നതിന്റെ തത്വങ്ങൾ എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ആ പല മതങ്ങളുടെയും സാരം ഒന്നാകുന്നത്. ഒരേ സത്യമാണ്. യേശു പറഞ്ഞതും നബി പറഞ്ഞതും കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതും പിന്നെ ഹൈന്ദവ തത്വങ്ങളിൽ പറയുന്നതും വേദങ്ങൾ പറയുന്നതും എല്ലാതും
ഒരേ ഒരു തത്വം തന്നെ. എന്താ തത്വം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു നായരോ നമ്പൂതിരിയോ ഈഴവനോ അങ്ങനെ പണിക്കരോ അങ്ങനെ വിഭാഗമാണോ? ആ വിഭാഗം ആരുണ്ട്? ഒരു തൊഴിലീ മൂന്നും പോലും ആയതു കേൾക്കുക, ആരു നീ എന്നു കേൾക്കേണ്ട, നേരുമൈ തന്നെ ചൊൽകയാൽ. നീ 3 കാര്യം പറഞ്ഞാൽ മതി. എന്താ? പേരെന്താ? നീ എവിടുന്ന് വരുന്നു? നിന്റെ തൊഴിൽ എന്താണ്? ഇത് മതി. ആര് നീ എന്ന് കേൾക്കണ്ട. നീ ആരാന്ന് ചോദിച്ചാൽ ജാതി ഒരു കാരണവശാലും പറയരുത്. ഇനി പറയണമെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞേക്കുക. കണ്ടാൽ അറിയാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? പൊരുതു ജയിപ്പത സാധ്യം ഒന്നിനോടൊന്ന്, ഒരു മനവും പൊരുതാലൊടുങ്ങു വീര. പരമതവാദി തോത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. മഹാഗുരു, അതായത് സാക്ഷാൽ ജഗതീശ്വരൻ മണ്ണിന്റെ കണ്ണീരൊപ്പാനായിട്ട് ഒരു ദിനസ്വരൂപം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ നടന്നു നീങ്ങിയപ്പോൾ നമ്മൾ ആ ഗുരുവിനെ അറിഞ്ഞില്ല. ഗുരു പറഞ്ഞത് ഇക്കാലത്തെ ധർമ്മമാണ്, എക്കാലത്തെയും ധർമ്മമാണ്. അതായത് കലിയുഗത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങള്, കലികലുഷമായിരിക്കുന്ന മനസ്സുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നീ പൊരുതിക്കോളൂ, ജയിപ്പത സാധ്യം. ഇവിടെ ഒരു മതവും ജയിക്കാൻ പോകുന്നില്ല. കാരണം എന്താ? ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ. പലരും പറയുന്നതിന്റെ തത്വം ഒന്നാണ്. പരമതവാദി ഇതോർത്തിടാതെ എല്ലാവരും പൊരുതുന്നത് അവരവരുടെ മതത്തെ ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ? അവരവരുടെ മതത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നെന്നറിഞ്ഞ പരമതവാദികളായ മനുഷ്യർ ഈ പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാരുടെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു പോണം. നിങ്ങൾ പൊരുതിക്കോളൂ, പക്ഷേ പൊരുതി പൊലിഞ്ഞിടും. ഒരു മതവും ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നില്ല. ഇത് സനാതനമായ സത്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും പൊരുളായിരിക്കുന്ന ആ ഏകതയെ പറയുമ്പോൾ ആ ഏകത എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ ഗുരു പറയുക. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതിയിലിമ്മതമേകം എന്നു ചിന്തിച്ച് അഖമണയാതകതാലമർത്തിടേണം. ഭീകരപ്രവർത്തനങ്ങൾക്കും മതതീവ്രവാദങ്ങളിലും ഒക്കെ പോയി പെടാതെ, അഖത്തിൽ പോയി പെടാതെ, പാപത്തിൽ പോയി പെടാതെ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ഈ ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖാണ്, അല്ലേ? ആ സുഖം എവിടെ ഇരിക്കുന്നേ? എവിടെ സുഖം ഇരിക്കുന്നേ? പാൽപ്പായസത്തിലാണോ? നമ്മൾ വാങ്ങുന്ന കാറിലാണോ തെളിയുന്നത്? ആത്മസ്വരൂപത്തിലൂടെ ആനന്ദം ഇരിക്കുന്നത്. മക്കളെ കാണുമ്പോൾ ആനന്ദം നിറയുന്നുണ്ടെങ്കിൽ മക്കളിലല്ല അതിരിക്കുന്നത്. ആ തെളിയുന്നത് എവിടെയാ? ഉള്ളിലിരിക്കുന്ന ആനന്ദമല്ലേ പ്രോജ്വലിച്ചത്? അവകാശമില്ല. എന്തിനാണ് പല ദൈവങ്ങളെ തന്നത്? ദൈവങ്ങൾ ഗുരു പറഞ്ഞു, എന്തിനാ പല ദൈവം തന്നത്? നമ്മൾ ആരും ചോദിച്ചോ? പറഞ്ഞിട്ടുണ്ടത് ഭക്തി എത്ര വിധം പറഞ്ഞിട്ടുണ്ട്? അതിനകത്ത് പ്രാകൃതം എന്ന് പറഞ്ഞൊരു ഭക്തി പറഞ്ഞിട്ടുണ്ട്. പ്രാകൃതം, മധ്യമം, ഉത്തമം എന്നൊക്കെ ഭക്തി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉത്തമ ഭക്തനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കാലം മുഴുവനും ഒരു വിഗ്രഹം മാത്രമാണ് ഈശ്വരൻ എന്ന് കരുതിയിട്ട് ആ ഈശ്വരീയതയെ തന്നിലോ തനിക്ക് ചുറ്റും വരുന്ന ജീവജാലങ്ങളിലോ മനുഷ്യരിലോ ഒന്ന് കാണാൻ അറിവില്ലാത്തവരെയാണ് പ്രാകൃതൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആരായി? ഉള്ളിലിരിക്കുന്നവരല്ലേ ജീസസ്? എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നവരല്ലേ കൃഷ്ണനും ശിവനും ഒക്കെ, അല്ലേ? ആണ്. അപ്പോ അതിനെയല്ലേ പ്രോജ്വലിപ്പിക്കേണ്ടത്? അതിനെ പ്രോജ്വലിപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് വിഗ്രഹങ്ങളെന്നിരിക്കെ ആ വിഗ്രഹങ്ങളെ ആരാധന പൂജിക്കുന്നതിന് പോലും അധമനെന്നും ഉത്തമനെന്നും പെടുത്തിക്കൊണ്ട് മനുഷ്യരെ മാറ്റി നിർത്തുമ്പോൾ ഇതാരുണ്ടാക്കിയ നിയമമാണ്? ഒക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, ആ ആത്മരൂപത്തെ തെളിയിക്കാനാണ് ക്ഷേത്രമെങ്കിൽ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പൂജ ചെയ്തുകൂടെ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്
എങ്ങോ കൽപ്പിച്ചിരുന്ന ജാതീയതയുടെയും ആ വിഭാഗീയതകളൊക്കെ മാറി അറിവിന്റെ വെളിച്ചത്തിലേക്ക് മനുഷ്യർ വീശുമ്പോഴും വളർന്നു വരുമ്പോഴും വീണ്ടും ഇതാ മതിൽകെട്ടിത്തിരിക്കുന്നു. ഇരുട്ട് നിറഞ്ഞ മനസ്സുകള്. അത് കഴിഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടി വിങ്ങി പൊട്ടി സഹോദരൻ അയ്യപ്പൻ അല്ലെ, ഭരതഭൂമിയെ വിഴുങ്ങും ജാതിയോട് അടലിനായി ഭവാനടി നിരത്തിയ വലിയ സേനകൾ പടനായകൻ പോയി വിഷമിക്കുന്നല്ലോ പരമസദ്ഗുരോ. വിമലത്യാഗമേ മഹാസന്യാസമേ സമതാബോധത്തിൻ പരമപാകമേ ഭുവന ശുശ്രൂഷേ അഴുതാലും നിങ്ങൾക്ക് എഴുന്ന വിഗ്രഹം വിലയമാണ്ടുപോയി. ഭഗവാനെ, അങ്ങ് കൊടുത്തുവെച്ച ആ ദീപത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് കരുത്തേകളെ. ആ വലിയ സേനയുടെ പടനായകനായി ചൈതന്യമായി അങ്ങുണ്ടാകണേ. ആത്മസഹോദരങ്ങൾ പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് പരസ്പരം കൊന്നൊടുക്കുകയും സ്വയം ചത്തു വീഴുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭഗവാനെ അവിടുത്തെ വാണികൾക്ക് ചൈതന്യമായി മനുഷ്യ ഹൃദയങ്ങൾക്ക് വെളിവ് അല്ലെങ്കിൽ വെളിച്ചം വീശുവാനായിട്ട് കഴിയണേ, പര്യാപ്തമാകണേ എന്നൊക്കെയാണ് നമുക്ക് ഈ പുണ്യമായ ദിനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. അനേകം മന്ത്രങ്ങളുള്ള ഋഗ്വേദത്തിലെ ആ മന്ത്രങ്ങളുടെ അവസാനം പറയുന്ന ഒരു മന്ത്രമുണ്ട്. ശൃംഗച്ഛത്വം സംവദത്വം ശംഭോ മനംസി ജാനത. നിങ്ങൾ ഒരുമിച്ച് യാതൊരു വിഭാഗീയതകളും ഇല്ലാതെ, ജാതിയോ മതമോ ഭേദങ്ങളില്ലാതെ ഒരുമിച്ച് സംഘച്ചത്വം ഒരുമിച്ച് ആ സത്യത്തിലേക്ക് നടന്നെടുക്കണം. സംവദത്വം ഞങ്ങൾക്ക് ഒരുമിച്ച് ആ സത്യത്തെ പറയാൻ സാധിക്കണം. പണ്ട് നമ്മള് വേദങ്ങള് അധമനായി കൽപ്പിച്ചിരുന്ന ആളുകള് വേദം ഉച്ചരിച്ചാൽ ചെവിയിൽ ഒഴിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അന്ന് നമ്മൾ വേദം പഠിക്കാത്തത് അതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് നമ്മളെന്താ വേദം പഠിക്കാത്തത്? ഇന്ന് എന്താ ഉപനിഷത്ത് പഠിക്കാതെ? നമ്മളിങ്ങനെ ഉത്തരം താങ്ങുന്ന പല്ലുകളായിട്ട് ഓടി 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 അവസാനം നമ്മൾ പ്രാർത്ഥിക്കും, ഇനി ജന്മമെടുപ്പിക്കരുതേ നാരായണ രാമ. അപ്പൊ ജന്മം ഇനി എടുപ്പിക്കാതിരിക്കുന്നതിനുള്ള പണിയൊക്കെ വേല ചെയ്യണം. എപ്പോഴേ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോ അവനവന് വേണ്ടിയിട്ട് കൂടിയൊക്കെ പണിയെടുക്കണം. അവനവന്റെ ഈ ജീവിതം സാർത്ഥകമായി പോകാൻ വേണ്ടിയതൊക്കെ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. ഒത്തിരി ജാതീയതയുടെ ആ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ച പല ആളുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. അവിടെയൊക്കെ ഉള്ളിലേറ്റ മുറിപ്പാടുകൾ അല്ലെ. ഗുരുവിന്റെ കാലഘട്ടത്തിലൊക്കെ ഗുരുവിന്റെ അടുത്ത് വന്ന് ഒരിക്കല് ഒരു അതായത് അനിയൻ വെള്ളം കുടിക്കുന്നതിന് പോലും കിണറുകള് ഇത് അധമന ഇത് നീചന എന്നൊക്കെ പറഞ്ഞ് കൽപ്പിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ അടികൊണ്ട് ഒരുത്തനെ ഗുരു ആശ്വസിപ്പിച്ച് എങ്ങനെയാണെന്നറിയും, അടിച്ചുണർത്തട്ടെ എന്ന് പറയും. ഞാനൊന്നും പറഞ്ഞില്ല, ഗുരു അധികം ഒന്നും സംസാരിച്ചില്ല. അടിച്ചുണർത്തട്ടെ എന്താ അതിന്റെ അർത്ഥം? നീ അവനെ പോയി രണ്ടും കൊടുക്കാനാണോ? എന്താ നമ്മൾ കൊള്ളുന്ന ഓരോ അടിയും നിന്റെ അധമത്വത്തിന് നേരെ ആയിരിക്കണം. നട്ടല് നിവർത്തി നിന്ന് പറയണം, ഞാനൊരു മനുഷ്യനാണ്, മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാണ്, എന്നിലും നിന്നിലും ഒക്കെ പ്രകാശിക്കുന്ന ഒരേ ഒരു ചൈതന്യമാണ് എന്ന് അറിയുമ്പോൾ നീ ആരുടെ മുന്നില് തലമുനിക്കില്ല. കരച്ചിൽ നിർത്തണം. കരച്ചിലല്ല വേണ്ടത്, കരുത്താണ് വേണ്ടത്. കരുത്താർജിക്കാൻ ഒരു നമ്മളോട് പറഞ്ഞു തന്നു അല്ലേ. അപ്പോ അധമത്വം നമുക്കില്ല. കാരണം അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ അധമരാകുക അല്ലേ? ഒരേ ഒരു പരമ്പൊരുളാണ് നമ്മളിൽ എല്ലാം നിന്ന് പ്രകാശിക്കുന്നത് എന്ന പൊരുളാണ് ഗുരുവിന്റെ എല്ലാ കൃതികളിലൂടെയും നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. കോലത്ത് കരയില് ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് കോലദിനേശ സ്തവം എന്ന അനേക മനോഹരമായ ഒരു ശിവസ്തുതിപരമായ സ്തോത്രം എഴുതി കൊടുത്തു ഗുരു. കോലദിനേശ സ്തവം ചൊല്ലിയില്ലേ അല്ലേ? അതിനകത്ത് ഗുരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ?
സർവാശ്രയമെങ്ങും നിറയുന്നു നബിഭക്തർക്ക്. ഇവ്വാറൊരു രൂപം ഭജനത്തിനുദയിപ്പോ ആലസ്യമൊളിച്ചപ്പര ബോധം വരണം ശ്രീ ഓലത്തുകര കോവിലിൽ വാഴും പരമേശൻ. എന്താ അർത്ഥം? നല്ല മലയാളമല്ലേ? എന്താ അർത്ഥം? സർവത്തിനും ആശ്രയമായിരിക്കുന്നു, എല്ലാത്തിനും ഒരു അതായത് എന്റെ കൈക്ക് ഇപ്പൊ ഇങ്ങനെ ഒന്ന് ചലിക്കണമെങ്കിൽ എന്റെ ആത്മചൈതന്യം ഉള്ളത് കൊണ്ട് പറ്റണേ. ഇതിന് വളരണമെങ്കിൽ അതിൽ ആത്മചൈതന്യം ഉള്ളത് കൊണ്ടാണ് അല്ലേ? ഒരു പട്ടിയുടെയും പൂച്ചയുടെയും കൊതുകിന്റെയും പാമ്പിന്റെയും പഴുതാരയുടെയും ഈ മണ്ണിലെ ഒരു തരിയിൽ പോലും എന്തുണ്ട്? ദൈവമുണ്ട്. ദൈവം എല്ലാതുമായിരിക്കുന്നു. ആ ദൈവത്തിന് രൂപമില്ല. ആ രൂപത്തിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ അശക്തരാണ്, നമുക്ക് ശക്തിയില്ല. ഞാൻ എങ്ങനെയാ ഗുരു രൂപമില്ലാത്ത ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചതിന് മറുപടിയാണ് ഗുരു പറഞ്ഞത്, സർവാശ്രയമെങ്ങും നിറയുന്നോ നബി. എല്ലാത്തിനും ആശ്രയമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാണെങ്കിലും ഭക്തർക്ക് ഭജിക്കാൻ ഒരു വിളക്കെങ്കിലും വേണമല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ? അല്ലേ? വേണം. ഭക്തർക്ക്, നമ്മളെ പോലെയുള്ള ഭക്തന്മാർക്ക് ഭജിക്കാൻ ഇവ്വാറൊരു രൂപം, ഒരു രൂപം തന്നു. അത് ശിവനായിക്കൊള്ളട്ടെ, വിഷ്ണു പിന്നെ ഗണപതി ആയിക്കൊള്ളട്ടെ, പിന്നെ കണ്ണാടി ആയിക്കൊള്ളട്ടെ, ഓങ്കാരമായിക്കൊള്ളട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ, വിശേഷമായ ഈശ്വരനെ, രൂപമില്ലാത്ത ഈശ്വരനെ ഒരു സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഭഗവാൻ ഒരു വിഗ്രഹം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ വിഗ്രഹം സ്വീകരിച്ചത്? ശരിയായ ഈശ്വരനിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനുള്ള ഒരു പ്രതീകമായാണ് വിഗ്രഹങ്ങൾ. അപ്പൊ പ്രതീകം ശിവലിംഗം ദ്വിതീയം ശില്പിനാകൃതം ഏകം സത്യം ദ്വിതീയം ഹ്യസത്യം ഭാവി സത്യവത് ശിലൈവ ശിവലിംഗം ദ്വിതീയം ശില്പിനാകൃതം. ശില മാത്രമാണ് ശിവലിംഗം. ശില കൊണ്ട് നമുക്ക് ഉരലുണ്ടാക്കാം, നമുക്ക് ചവിട്ടുപടി. അമ്പലത്തില് ഭഗവാന്റെ ശില ഉണ്ടാക്കിയിരിക്കുന്നതും ശില കൊണ്ടാണ്. സോപാനം നടക്കലുണ്ടാക്കിയിരിക്കുന്നത് ശില കൊണ്ടാണ്. ഇനി കുളിച്ചു കഴിയുമ്പോൾ കാല് തേച്ച് കഴുകാനിട്ടിരിക്കുന്ന കല്ലും ശിലന്റെ ദേവ നമൃണ്മയേ നപാഷാണേ ഭാവേതി വിദ്യതേ ദേവ. ഭാവത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് അല്ലേ? അമ്മയും സ്ത്രീയാണ്, ഭാര്യയും സ്ത്രീയാണ്, മകളും സ്ത്രീയാണ്, സ്വന്തം ഡിയർ ഫ്രണ്ടും സ്ത്രീയാണ്. എല്ലാവരും ഒരു ഭാവത്തിലാണോ കാണുന്നത്? അല്ലേ? ഭാവത്തിലല്ലേ ശിവൻ ഇരിക്കുന്നത്, മനസ്സുകളിലല്ലേ. ഗുരു പറയും, നിങ്ങളെ പോലെയുള്ളവരെ ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമേ സാധുക്കൾ അത് ശിവയാണെന്ന് ഓർക്കൂ. അല്ലേ? നമുക്ക് എപ്പോഴും ശിവൻ തന്നെയാണ്. ഇനി ആ ശിവനെ എവിടെ കാണണം? അവനവന്റെ നമ്മൾ വിഗ്രഹത്തിൽ ചെല്ലുമ്പോ ഒന്ന് കണ്ണടക്കില്ലേ? ഒരു ശരിയായ ഭക്തൻ ഒന്ന് കണ്ണടക്കില്ലേ? എന്തിനാ കണ്ണടക്കണേ? ആ ശിവനെ എവിടെ കണ്ടു? ഞാൻ ഉള്ളിൽ കണ്ടു അല്ലേ? ഉള്ളിലിരിക്കുന്ന ശിവനെ തേടി എവിടേക്ക് ഓടി ഭഗവാനെ ഞാൻ അല്ലേ? യഥാകാമം ചലന്ത്യേ ശൗചാചാരാദിവർജിത അനേക ദൈവ വിശ്വാസ ഉന്മത്തായിവ സർവദാ. അതായത് ഗുരുവിനോട് ശിഷ്യനോട് ചോദിക്കുക, ഭഗവൻ ധർമ്മതത്വജ്ഞ ജീവലോകദയാപര ധർമാധർമാൻ വിവിച്യത്ര ശ്രോതുമുത്കണ്ഠിതാവയം. ഭഗവാനെ, ഞങ്ങള് ജീവലോകദയാപന, അങ്ങ് ഞങ്ങൾക്ക് ധർമ്മവും അധർമ്മവും വേർതിരിച്ച് പറഞ്ഞു തരണമെന്ന് ശിഷ്യഗണങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഗുരു പറയുക, ശൗചാചാരങ്ങളില്ലാതെ, ബാഹ്യവും ആന്തരികവുമായ ശുചിത്വമില്ലാതെ ഈശ്വരനെ തേടി അനേക ദൈവവിശ്വാസങ്ങളിൽ പെട്ട് നടക്കുക. ഓർക്കണം, എല്ലാത്തിൻ്റെയും പ്രതീകങ്ങളെല്ലാം ഒന്നിനെ കുറിക്കുന്നു. ആലസ്യമൊഴിച്ച് പരബോധം തരണം. രൂപം തന്നു, ഇനി എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. നമ്മള് ആലസ്യം മാത്രം മാറിയിട്ടില്ല, പരബോധം മാത്രം കിട്ടിയിട്ടുമില്ല. അതിന് നമ്മൾ ആ പരമാത്മാവിനെ ഇപ്പൊ പ്രതിഷ്ഠിക്കാൻ പോവാണ് 30-ാം തീയതി അല്ലെ? ഇനിയെങ്കിലും ഓട്ടത്തിന്റെ സ്പീഡൊക്കെ നിർത്തി
ഒരു പരമ്പൊരുളിനെ തന്നെ ഗുരുവായിട്ട് കിട്ടിയിട്ടും ഓടാനാണ് വിധിയെങ്കിൽ ആരോടാണ് ഭഗവാനെ പറയുന്നത്? ഇത്തിരി വെട്ടം തേടി പോവുകയാണ്. അതായത് 1000 സൂര്യശോഭയാർന്ന ഒരു പരമ്പൊരുളിനെ ആരാധിക്കാൻ കിട്ടിയിട്ടും കഷ്ടം അല്ലേ? മിന്നാമിനിന്റെ ഇത്തിരി വെട്ടം തേടി ആരോ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിൽ ആരോഗ്യ ദൈവമാണെന്ന് കരുതി തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരീയതയെ അറിയാതെ എത്ര വെളിച്ചം പുറത്തു തേടി നടന്നാലും പ്രയോജനമില്ല അല്ലേ? അതാണ് പറഞ്ഞത് ക്രിസോസ്റ്റം ഒരു ജീസസിനെ ആരാധന ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞത് അല്ലേ? ഗുരുവിനെ അറിയാത്തവരാണ് നാം. മിന്നാമിനിങ്ങിന്റെ ഇത്തിരി വെട്ടം തേടിയാ പോണത്. പൂർണ്ണ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടും ഇനിയും നമുക്ക് ഗുരു പോരാ. ഗുരുവിനെയൊക്കെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഗുരു മതിയാണെന്ന് വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ ജ്ഞാനം ഇനിയും വളരാനുണ്ട്, വെളിച്ചം ഇനിയും വരാനുണ്ട്. ഒരു കുഞ്ഞിന് ചോറൂണ് നടത്തണമെങ്കിലോ, വിദ്യാരംഭം നടത്തണമെങ്കിലോ, അല്ലെങ്കിൽ വിവാഹം നടത്തണമെങ്കിലോ, ഒരു ജന്മദിനം നടത്തണമെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? വണ്ടിക്കാശ് കൊടുത്ത് ഓടും. ഈ ഗുരുമണ്ഡപത്തിലേക്ക് ഇത് സമർപ്പിച്ചാൽ ഇവിടെ തെളിയുന്ന ആ തിരുനാളത്തിന്റെ മുന്നിൽ വന്നിരുന്ന എന്റെ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമ്പത്ത് ഈ നാടിന് വെളിച്ചമായി വീശുമ്പോൾ അതിൽ പല പുണ്യം വല്ലതുണ്ടോ? കോടികൾ വരുമാനമുള്ള എടുത്തു കൊണ്ടുപോയി നിങ്ങൾ 1000 വഴിപാട് ചെയ്യുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈശ്വരൻ അതായത് നമ്മൾ ദേവകടം വീട്ടുമ്പോൾ നമ്മൾ സമ്പാദിച്ച ധനം നമ്മളുടെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലാണ് കൊടുക്കേണ്ടത്. ആ ധനം കൊണ്ട് ആ നാട്ടിലെ വ്യാവസായികമായും ആത്മീയമായും ഒക്കെയുള്ള വിദ്യാഭ്യാസപരമായും ഒക്കെയുള്ള വളർച്ചയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കണം. ഇനി ഓടുമോ? പൈസയും കൊണ്ട് ഓടും. മതത്തെ കുറിച്ച് ശരിയായ അറിവ്, അതായത് വളരെ മദ്യവും മയക്കുമരുന്നും ഇന്ന് സമൂഹത്തെ പിടിമുറുക്കുമ്പോൾ നമ്മളുടെ വിദ്യാലയങ്ങളിലേക്ക് ലഹരിയുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയൊക്കെ കുത്തൊഴുക്കുണ്ടാകുമ്പോൾ വിദ്യ നേടേണ്ട ബ്രഹ്മചാരികളായ കുട്ടികൾ ബ്രഹ്മചര്യ അവസ്ഥയാണ് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം. ആ അവസ്ഥയിൽ അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ മരവിപ്പിക്കുന്ന തരത്തിൽ മദ്യമില്ല വിദ്യാലയങ്ങളിൽ പിടിമുറുക്കിയിരിക്കുന്നു. അതിലുപരി ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഇന്ന് ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളും ഏറ്റവും മുന്നിലാണ്. അധിഷ്ഠിതമായ ഒരു പരിഹാരമാണ് നമ്മൾ കാണേണ്ടത്. ഗുരുവിന്റെ മദ്യവർജന സന്ദേശം 100 വർഷങ്ങളെല്ലാം കഴിഞ്ഞു അല്ലേ? 3 അരുതുകൾ ഭഗവാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരുതുകൾ നമ്മൾ അനുസരിക്കാത്തതിന്റെ ഫലമാണ് ഇന്ന് ലോകം നേരിടുന്ന ഇരുട്ട്. ഏതാണ് ആ 3 അരുത്? ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കുക പോലും അരുത്. 3 അരുതായിലെ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇതിനെ 3 അരുത് വെച്ചേ. ഇതിനെ 3 അരുത് വെച്ചേ. മനുഷ്യർ ഇന്നും വിമുഖത കാണിക്കുന്നു. മാത്രമല്ല കൂടുതൽ ഇരുട്ടിലേക്ക് നാം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കുഞ്ഞുങ്ങള് വിദ്യാലയങ്ങളിൽ പോയി വിദ്യ നേടേണ്ട നമ്മുടെ മക്കൾ ഇന്ന് പരിശീലിക്കുന്നത് എന്താ? എങ്ങനെ കൊല്ലാമെന്നാണ്. നമ്മുടെ മക്കൾ മദ്യപിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ നന്നായി ജീവിച്ചാലും തൊട്ടടുത്തുള്ളവർ ഉണ്ടെങ്കിൽ നാളെ കടാരിയുമായി നമ്മുടെ വീട്ടിലേക്ക് അവർ നടന്നെടുക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ കണ്ടതല്ലേ? എത്രയോ സംഭവങ്ങൾ കണ്ടതാണ്. ധർമ്മങ്ങൾ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു തന്നു. എവിടെയാണ് ഗുരു മദ്യവർജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും മക്കളെ? ശ്രീനാരായണ ധർമ്മം. കണ്ടോ? ഇത് ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ്. അധികം വിലയൊന്നുമില്ല, 100-ൽ താഴെ വിലയുള്ളൂ. ഇതിനകത്ത് നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിലെ ജനനം മുതൽ മരണം വരെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എങ്ങനെ ജീവിച്ചാൽ നിനക്ക് ഈ ലോകത്തിൽ നല്ല മനുഷ്യനായി ആ ജീവിത ശ്രേഷ്ഠതയിലേക്ക് ഉയരാം എന്ന് പറയുന്നുണ്ട്.
സന്യാസാശ്രമം വരെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനകത്ത് 3-ാം അധ്യായത്തിൽ പഞ്ചധർമ്മം പറയുന്നുണ്ട്. അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. മദ്യവർജനം മാത്രം എടുത്തു പറയാം. മറ്റെല്ലാ ധർമ്മങ്ങളും ഒറ്റ ശ്ലോകത്തിലൂടെ പറഞ്ഞപ്പോൾ മദ്യവർജനത്തെ കുറിച്ച് ഭഗവാൻ 6 ശ്ലോകങ്ങളിൽ പറഞ്ഞത് എന്തിന്? ആലോചിച്ച് നോക്കൂ. നമ്മൾ ചിന്തിക്കുക, നമ്മൾ നമ്മളിലേക്ക് തന്നെ ചിന്തിക്കുക. നമ്മളിത് കേട്ട് കളയാതെ നമ്മളുടെ വീട്ടിൽ ഒരു ആഘോഷം നടത്തുമ്പോൾ, വിവാഹം നടത്തുമ്പോഴോ മറ്റെന്തെങ്കിലും പരിപാടികൾ, ആനന്ദപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ആദ്യം മദ്യം ഒഴിവാക്കാൻ പ്രാക്ടീസ് ചെയ്യണം. അല്ലേ? മേശപ്പുറത്ത് ഒഴിച്ച് വെച്ചിട്ട് ഭാര്യയെ കുടിച്ച് മക്കളെ കുടിച്ചു കഴിഞ്ഞാൽ നാളെ ആ കുഞ്ഞ് അനിയന്ത്രിതമായി പോകുമ്പോൾ അവനോട് നീ മദ്യപിക്കരുത് എന്ന് പറയാൻ അച്ഛനോ അമ്മയ്ക്കോ യോഗ്യതയുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ പ്രസംഗിക്കുന്നിടത്താണോ കാര്യം ഇരിക്കുന്നത്? അല്ല. അപ്പോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിലെ കുടുംബിനിയുണ്ട്. ശക്തമായ നിലപാടുകൾ എടുക്കാനുള്ള എല്ലാ കരുത്തും ആർജവവും ആർക്കുണ്ട്? സ്ത്രീക്ക് ഉണ്ടാകണം. പലപ്പോഴും ഉണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത നേടിയതിനു ശേഷം മാത്രമാണ് പറയുന്നത്. അല്ലേ? ഇല്ലാത്തവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളിത് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. നമ്മുടെ ആഘോഷങ്ങളില്, നമ്മുടെ ആചാരം, നമ്മുടെ എന്ത് പുണ്യമായ സന്ദർഭങ്ങളിലൊക്കെ ഭഗവാൻ എന്ത് വേണ്ടെന്ന് പറഞ്ഞോ അത് ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയാം. എങ്കിൽ നീ ഏറ്റവും പരമഭക്തനാണ്. ഒരു പറഞ്ഞ എന്താന്ന് കേൾക്കണ്ടേ? ബുദ്ധേർ വൈകല്യ ജനകം മദ്യമെത്തിച്ചതേ ബുധൈഹി മദ്യസേവാം ന കുർവീത മദ്യം വിഷസമം വിധു. സംസ്കൃതത്തിലാണ് എഴുതിയത്. 1 വർഷമാകാൻ പോണു ശ്രീനാരായണ ധർമ്മത്തിന്റെ. അത് ശ്രീനാരായണ തീർത്ഥര് മലയാളത്തില്, നല്ല മലയാളത്തില് മനോഹരമായി നമുക്ക് തർജ്ജമ ചെയ്ത് തന്നു. ബുദ്ധിക്ക് വികലത ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മദ്യം എന്ന പേര് വന്നത്. നമ്മുടെ ബുദ്ധിയെ തെളിയിക്കാനല്ലേ നടക്കുന്ന മക്കളെ? അല്ലേ? ഈ ബുദ്ധിയെ കെടുത്തി കളഞ്ഞാലോ? ഈ മക്കൾ ആരുടെ മക്കളാ? ഈ അമ്മ ഒന്ന് എഴുന്നേറ്റിരുന്നേ. ദയവ് ചെയ്ത ആ അമ്മയ്ക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. അതായത് ആ 2 മക്കളെയും ഇടവും വലവും ഇരുത്തിക്കൊണ്ട് ഈ ഗുരുവിനെ ഇത് കേൾപ്പിക്കുക എന്നതിൽ പരം ഒരു മാതാവിന് മറ്റെന്താ ചെയ്തു കൊടുക്കാൻ സാധിക്കുക? ആ അമ്മ ഒന്നും സമ്പാദിച്ചു കൊടുക്കണ്ട. അമ്മയുടെ കാര്യം പറഞ്ഞല്ലേ, എഴുതി കൊടുക്കാനുണ്ട് അവർക്ക്? ഒന്നുമില്ല. അത് തന്നെ പറഞ്ഞത്. അത് കൈ പിടിച്ചതിലേക്ക് അത് അടുത്ത സ്റ്റോപ്പിക്ക് ഞാൻ അതാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോ പറഞ്ഞു വന്നത് ബുദ്ധിക്ക് വികലത ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മദ്യം ഉപയോഗിക്കുന്നത് പറഞ്ഞതല്ലേ? ഒരു മനുഷ്യന്റെ ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും തകർക്കുന്ന ഒരു വസ്തു വീണ്ടും എടുത്തു പിടിക്കുന്നതിന് അല്ലേ? അതല്ലേ ചോദിക്കുന്നത്. അപ്പോ ഇതിന്റെ 100 ഇരട്ടി ആനന്ദം നമ്മളിൽ ഇരിക്കുന്ന ആത്മചൈതന്യത്തിൽ ഉണ്ടെന്നിരിക്കെ മദ്യപിക്കുമ്പോൾ പോലും മനസ്സ് കെടുമ്പോൾ ഉള്ളിലുള്ള ആനന്ദമാണ് പ്രോചരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഈ മദ്യപാനമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നാളെ മുതൽ എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ 2 തിരുനാമങ്ങൾ ചൊല്ലുക, 2 നാമജപമൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് നല്ല ഭംഗിയായി കുടിച്ച് വൃത്തിയായി നമ്മുടെ ഗുരുമണ്ഡപത്തിലൊക്കെ വന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ എന്നിൽ നിന്ന് അല്ലെ ഈ ചിന്ത ഒന്ന് എടുത്തു മാറ്റണേ ഭഗവാനെ എന്നൊന്ന് ആ പാദങ്ങളിലേക്ക് തൊട്ട് നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ ഗുരുവായിരിക്കും നടത്തുന്നത്. ആഗ്രഹം ഉണ്ടാകണം ആദ്യം അല്ലേ? ഇന്ന് നിർത്താം നാളെ നിർത്താന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റുമോ? ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. ഇന്ന് നിർത്താം നാളെ നിർത്താന്ന് പറഞ്ഞത് കൊണ്ടാണ് മദ്യം എന്ന പേര് വന്നത്. അതുകൊണ്ട് മദ്യം എടുത്ത് കുടിക്കുന്നെങ്കിൽ അത് വിഷം എടുത്ത് കുടിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഗുരു പറയാ, മദ്യാസക്തനെ അവന്റെ സ്വസ്യ ഭാര്യ പിതാ മാതാ സോദരഃ പുത്രോപിച്ച ഈശ്വരോ ദ്വേഷ്ടി തസ്മാത് മദ്യം പരിത്യജേത്. ഇതിൽ ഉപയോഗിക്കുക ഗുരു. ഇത് ചെയ്തേ പറ്റൂ. കാരണം മദ്യാസക്തനെ അവന്റെ ഭാര്യ
അവന്റെ മാതാവ്, അവന്റെ പിതാവ്, അവന്റെ മക്കള്, എന്തിനേറെ ഈശ്വരോപി ദ്വേഷ്ടി, ഈശ്വരന്മാർ പോലും വെറുത്തു. അതുകൊണ്ട് മദ്യം പരിത്യജിച്ചു. ശാന്തമായിരുന്ന ഭഗവാന്റെ ആ ദിവ്യ ചൈതന്യം തുളുമ്പുന്ന മുഖം എപ്പോഴെങ്കിലും ഒന്ന് വിവരണമായിട്ടുണ്ടെങ്കിൽ മദ്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, മതത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, ജാതിയെക്കുറിച്ച് പറയുമ്പോഴാണ്. ഒരു പറഞ്ഞു, നമ്മെ ഒരു അവതാരമായി കണക്കാക്കുന്നെങ്കിൽ ജാതി എന്ന ദുർഭൂതത്തെ ഇല്ലാതാക്കാൻ വന്ന അവതാരമായി കണക്കാക്കിക്കൊള്ളുന്നു അല്ലേ. അപ്പോ ഇവര് പറയുന്നത് മദ്യാസക്തൻ അല്ലെങ്കിൽ മദ്യപാനി തൊടുന്നതെല്ലാം ദുർഗന്ധപൂർണമായിരിക്കും. അവന്റെ ശരീരവും അവന്റെ വസ്ത്രവും അവന്റെ വീടും അവൻ സ്പർശിക്കുന്നതെല്ലാം ദുർഗന്ധപൂർണമായിരിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മദ്യപാനി നടന്നെടുക്കുന്നുണ്ട്. അവനത് അറിയുന്നില്ല. അടുത്തിരുന്ന് ജന്മം നൽകി 40 വയസ്സ് വരെ വളർത്തിയെടുത്ത് അല്ലെ, രാത്രികളെ പോലെ എത്രയോ രാത്രികൾ ഉറങ്ങാതെ കാത്തിരുന്ന് വളർത്തിയെടുത്തു സ്വന്തം മകനെ അല്ലെ. അശരണരായി ജനിച്ചു വീഴുന്നതാണ് മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ മാത്രമാണ്. അവർക്ക് മാത്രമാണ് എത്രയോ വയസ്സ് വരെ പരസംരക്ഷണം ഇല്ലാതെ ജീവിച്ചു പോകാൻ പറ്റില്ല. ഒരു ആട്ടിൻകുഞ്ഞ് ജനിച്ചു വീഴുന്ന ഇത്തിരി നിമിഷങ്ങൾക്കുള്ളാതെ എഴുന്നേറ്റ് നടന്നോളൂ. മനുഷ്യ കുഞ്ഞിന് പറ്റില്ല അല്ലേ. എത്രയോ ശ്രദ്ധ വേണം. ഉറക്കെ ചൊല്ലിക്കേ. ആലോചന കൂടാതെ തിങ്കരണഞ്ഞാൽ ആരാക്കിലുടെ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്തുകോവിൽ വാഴും ഭഗവാനേ. കൂട്ടുകാരെ വിളിക്കുക, എടാ ഇത് നല്ല രുചിയാണ്, നല്ല സുഖമാണ്, നീ ഇത് കുടിച്ചോ. അവന്റെ ഉള്ളിലിരുന്ന് പറയാ, ഇതെനിക്ക് വേണ്ട. നോക്ക് ശക്തി ഉണ്ടാവണം. ദുർബലമായി പറയുന്നത് മക്കളെ, നോ, എനിക്കിത് വേണ്ട. ശക്തി പകരാനായിട്ട് അല്ലേ, എന്താണ് വോഡ്ക പോലെയുള്ള സാധനങ്ങൾ സോഫ്റ്റ് ഡ്രിങ്കാന്ന് കരുതിയിട്ട് കൊണ്ടുവന്ന് കുടിച്ചിട്ട് ചാടുന്ന പെൺകുട്ടികളെ കാണും അല്ലേ. പല സ്ഥലങ്ങളിൽ നിന്നും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. അപ്പോ ഇത് കുടിച്ചാലാണ് ചാടാൻ പറ്റും ഇതൊക്കെ പറയുമ്പോൾ കൂടെ ഇരുന്നൊന്നും കുടിക്കാൻ പോകരുത്. മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മ ഒഴിഞ്ഞങ്ങ വിവേകാൻ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം. കോലത്തുകരക്കോവിൽ വാഴും ഭഗവാനേ അല്ലേ. അതിനുള്ളൊരു ധാർമ്മികത ഉണ്ടാവും. എന്റെ ജോലി ഇതാണ്, ഇതിൽ കളഞ്ഞം ചെയ്യാൻ പാടില്ല. ഞാനൊരു ഡോക്ടർ ആയിക്കൊള്ളട്ടെ, അടുത്തിരിക്കുന്ന രോഗിയെ കൊല്ലുന്ന മരുന്ന് ഞാൻ കുടിക്കാൻ പാടില്ല അല്ലേ. അവൻ ആവശ്യമുള്ളതേ കൊടുക്കാവൂ. ആ ധാർമ്മിക ബോധം അവനിലേക്ക് ഉയരും. അതുകൊണ്ടാണ് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തിട്ട് വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് വിദ്യാസമ്പന്നരായ ഇടയിലാണ് പണക്കൊതി നോക്ക് നടക്കുന്നത് അല്ലേ. നോക്കൂ, രൂപന്റെ സത്പദം തൊഴായിൽ വിദ്യ കൊണ്ട് എന്തിനുളവാകും പ്രയോജനം? സത്യസ്വരൂപനായ ഈശ്വരനെ പരിചയപ്പെടുത്തി കൊടുക്കാതെ ഈ പുറത്ത് കാണുന്ന നശ്വരമായ വിദ്യ മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? പരീക്ഷയിലെ A+ ജീവിതത്തിന്റെ A+ ആകില്ല. അതുകൊണ്ട് ഗുരുമന്ദിരത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം നമ്മുടെ ബാലജന സഖ്യമൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് നമുക്ക് സംഘടിപ്പിക്കണം. ടീച്ചറൊക്കെ പോലെയുള്ളവരൊക്കെ പഠിപ്പിച്ചു തരും. നമുക്ക് ഒത്തിരി പഠിച്ചവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ വിളിച്ചു വരുത്തി 2 അക്ഷരം ഗുരുവിന്റെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് വെളിച്ചമുള്ള മക്കളായിട്ട് വളരണം. നമ്മൾ കുറച്ച് കുടുംബങ്ങൾ ചേർന്ന് ഒരു സംഘടിതനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ ഒരിക്കലി മരുപ്പറമ്പ ഉലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കായി തണൽ മുറ്റമേകുവാൻ. പെരുത്ത നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ, അനേകം നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ, ഈ ലോകത്ത് സത്യം നഷ്ടപ്പെടുമ്പോൾ, മരുഭൂമിയായി മാറുമ്പോൾ, ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഒറ്റ വൃക്ഷത്തെ ജഗദീശ്വരൻ നടും. അങ്ങനെ നട്ട ഒരു ഒറ്റ വൃക്ഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ മരക്കൊമ്പിലേക്ക് ഇനി നമ്മളൊക്കെ കടന്നു പോകും.
ഇനിയും വരും പാന്തരായി നിരവധിയായ ആളുകൾ ആ കൊമ്പിൽ ഇരിക്കാം, കുളിർമ അനുഭവിക്കാം, കടന്നു പോകാം, ഇനിയും ധാരാളം ആളുകൾക്ക് ഇവിടെ വന്നിരിക്കാം എന്ന് അത് പറയും അല്ലേ. അങ്ങനെ ഒരൊറ്റ നൂറ്റാണ്ടിന്റെ ഇടയ്ക്ക് ആ മധ്യത്തിൽ നട്ട ആ ഒരൊറ്റ വൃക്ഷമാണ് ഭഗവാൻ അല്ലേ. അവിടെ നമുക്ക് എല്ലാത്തിനുമുള്ള പരിഹാരം അവിടുത്തെ കൃതികളിലുണ്ട്. ഭഗവാന്റെ 64ഓളം കൃതികളിലും നമുക്ക് രക്ഷപ്പെടാനുള്ള മഹാമന്ത്രമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. രൂപം കൊടുത്തതിന് ശേഷം അതിന്റെ പിറ്റേ വർഷം അതിന്റെ 1-ാം വാർഷികത്തിൽ തന്നെ ഭഗവാൻ വനിതാ സംഘം രൂപീകരിക്കണം. മഹിളകൾക്ക് ഒരു സമാജം രൂപീകരിക്കണം. സ്ത്രീകള് സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും മുന്നോട്ട് വരണം. ഒരു സ്ത്രീ നന്നായാലേ ഒരു കുടുംബം നന്നാവും അല്ലേ. ഒരമ്മ ബുദ്ധിമതിയാണെങ്കിൽ ആ അമ്മയ്ക്ക് ആ കുടുംബത്തിലെ എല്ലാവരും എങ്ങനെ പോകണമെന്ന് പറയാനോ, ഏതൊക്കെ ആഹാരം കൊടുത്താൽ അവിടെ ആരോഗ്യം നന്നായി നിലനിർത്താമെന്ന് അറിയും അല്ലേ. എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയും. നമ്മൾ പറയണ പോലെ ഇംഗ്ലീഷിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവർ പറയുന്ന ഭാഷയില് എന്തുണ്ട്? അനുഭവമുണ്ട്, ജ്ഞാനമുണ്ട്. അപ്പൊ പറയാണ് 1-ാമത്തെ വാർഷികത്തിൽ തന്നെ ഗുരു എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണെന്നറിയോ ഗുരു എല്ലാ കാര്യങ്ങളും, സാമ്പത്തിക കാര്യങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സമാജത്തിന്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, ജാതിയുടെ കാര്യമായിക്കൊള്ളട്ടെ, മദ്യത്തിന്റെ കാര്യമായിക്കൊള്ളട്ടെ, ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്താം എന്നുള്ളതായിക്കൊള്ളട്ടെ, വിവാഹം നടത്തുമ്പോൾ എങ്ങനെ നടത്തി കൊടുക്കണം, എങ്ങനെയുള്ള വിവാഹമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നായിക്കൊള്ളട്ടെ, ഒരു മരണാനന്തര ക്രിയ നടത്തുമ്പോൾ അത് എങ്ങനെ നടത്തണം എന്നായിക്കൊള്ളട്ടെ, അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നു ഭഗവാന്റെ ദർശനം. അപ്പോ അതില് സ്ത്രീകൾ സംഘടിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഒരു 1-ാം വാർഷികത്തിൽ തന്നെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ സംഘടന, വനിതാ സംഘത്തിന് രൂപം കൊടുത്തു. അതിന്റെ നേതാവായിരുന്നു, അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ പന്തൂരിന്റെ മാതാവായ പപ്പമ്മ. ആ സമയത്താണ്, അതായത് ശിവലിംഗദാസ സ്വാമികളുടെ ഗുരുവിന്റെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനായിരുന്നു. സ്വാമി രചിച്ചൊരു ഗ്രന്ഥമാണ് സ്ത്രീ മിത്ര ശതകം എന്ന് പറയും. അതായത് ശിവലിംഗദാസ സ്വാമി മാരായമുട്ടത്തെ ഒരു നായർ തറവാട്ടിലെ ഒരു അംഗമായിരുന്നു. ഭഗവാൻ ജന്മാന്തരങ്ങളായി കിട്ടിയ സുഹൃതത്തിന്റെ ഫലമായി പരമഗുരുവായ ശ്രീനാരായണ മഹാഋഷിയുടെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനായി ആ കൊച്ചപ്പിള്ള ശിവലിംഗദാസ സ്വാമികളായി മാറിയതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ അമ്മയുടെ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ സുനിജ അല്ലേ, സുനിജയെ പോലെ ആ മക്കളെ എന്താ പറയാ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈശ്വരനെ അറിഞ്ഞു വളർത്തി. വളരെ ചെറുപ്പത്തിലെ തന്നെ നല്ല ഭക്തനായിരുന്നു കൊച്ചപ്പിള്ള അല്ലെ. അങ്ങനെ സന്ധ്യാ പ്രാർത്ഥനകൾ ചൊല്ലിച്ചും ക്ഷേത്രത്തിൽ പറഞ്ഞു വിട്ടും ആധ്യാത്മിക സംസ്കാരത്തിലൂടെയൊക്കെയാ വളർത്തിയെടുത്തത്. ആ കുഞ്ഞിനാണ് പക്വതപ്പെട്ടപ്പോൾ ഒരു സദ്ഗുരുവിന്റെ സമീപത്തേക്ക് ആ കുഞ്ഞ് എത്തിച്ചേരുന്നത് അല്ലെ. ശ്രീനാരായണ പരമഹംസദേവന്റെ ആ തിരുസന്നിധിയിലേക്ക് ആ ശിഷ്യൻ എത്തപ്പെടുമ്പോൾ ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത ഒരമ്മയുടെ സംസ്കാരം ഉണ്ടായിരുന്നു പിന്നിലല്ലേ. അപ്പോ ശ്രീമിത്ര ശതകം രചിച്ചത് എന്തിനാന്ന് വെച്ചാൽ അതിനകത്ത് ഒരു അമ്മയുടെ സഹനവും ക്ഷമതയുമാണ് ഒരു കുഞ്ഞിനെയും അല്ലെങ്കിൽ കുടുംബത്തിന്റെ സുസ്ഥിതിക്ക് കാരണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള